ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയം ഭട്ടപാദർ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ച നറുനവനീതം, ഭക്തിയുടെ ഉദാത്തമായ അക്ഷരപൂജ. ആ നാരായണീയത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 221 ദിവസം 221 ശ്ലോകം ആണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. 21 ദശകത്തിൽ 12 ശ്ലോകം. ഇതോടുകൂടി ഈ ദശകം പൂർത്തിയാവുകയാണ്. മുകളിലുള്ള ലോകങ്ങളെ കുറിച്ച് പറഞ്ഞ്, ആ ഭൂമിയിലുള്ള വിവിധങ്ങളായ പ്രദേശങ്ങളെ പറഞ്ഞ്, അതേപോലെ തന്നെ ഗ്രഹങ്ങളെക്കുറിച്ചും മറ്റ് വിവിധങ്ങളായിട്ടുള്ള ദ്വീപുകളെക്കുറിച്ചും പറഞ്ഞ് ഇപ്പോൾ ഇതാ ഏറ്റവും താഴെയുള്ള പാതാളത്തെക്കുറിച്ച് പറയുകയാണ്. ഇവിടെ ഭഗവാൻ ശിംശുമാരത്തിൻ്റെ വാലിൻ്റെ സ്ഥാനത്ത് വടക്ക് ഭാഗത്തുള്ള ധ്രുവനക്ഷത്രവും മറ്റവയവങ്ങളുടെ സ്ഥാനങ്ങളിൽ മറ്റു നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമാണ് എന്നാണ് സങ്കല്പം. ഇനി അതിന് താഴെ പാതാളത്തിന് താഴെ അല്ലെങ്കിൽ പാതാളത്തെക്കുറിച്ച് എന്താണ് പറയണത്? പാതാളത്തിൻ്റെ അടിത്തട്ടിൽ എങ്ങനെ? പാതാളമൂലഭുവി ശേഷതനും ഭവന്തം ലോലൈക കുണ്ടല വിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിർ ജുഷ്ടം ഭജേ ഹര ഗദാൻ ഗുരുഗേഹനാഥ. പാതാളമൂലഭുവി
ലോലൈകകുണ്ടലവിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിജുഷ്ടം ശേഷതനും ഭവന്തം ഭജേ ഗുരുഗേഹനാഥ ഗദാൻഹര. പാതാളമൂലഭുവി, പാതാളത്തിൻ്റെ അടിത്തട്ടിൽ ലോലൈക കുണ്ടല വിരാജി സഹസ്രശീർഷം, ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന ഏകകുണ്ടല വിരാജി സഹസ്രശീർഷം, ഒരേ ഒരു കുണ്ടലം, ഏക കുണ്ടലം ആണ് ഭഗവാന് സാക്ഷാൽ സംഘർഷണമൂർത്തിക്ക്. അപ്പോ ഒറ്റക്കാതിൽ മാത്രം കുണ്ടലം ധരിച്ചും കൊണ്ട് നല്ലപോലെ ഇങ്ങനെ ആടുന്ന കുണ്ടലം, സഹസ്രശീർഷം. അപ്പോ ആ തരത്തിൽ വിരാജിക്കുന്ന 1000 ഭണങ്ങളോടുകൂടിയ നീലാംബരം ധൃതഹലം, നീലവർണമായിരിക്കുന്ന പട്ടുടുത്തിട്ടും, ഹലം കലപ്പ, കലപ്പ തൻ്റെ ആയുധമായിട്ട് സ്വീകരിച്ചും കൊണ്ടും, ഭുജഗാംഗനാഭിജുഷ്ടം, നാഗസ്ത്രീകളാൽ, ഭുജകം എന്ന് വെച്ചാൽ സർപ്പം അല്ലേ, ആ സർപ്പസ്ത്രീകളാൽ പരിസേവിതനായിരിക്കുന്ന ശേഷതനും ഭവന്തം ഭജേ, ശേഷ സ്വരൂപം ഉള്ള ആദിശേഷന്റെ രൂപത്തിലുള്ള അങ്ങയെ ഞാനിതാ ഭജിക്കുന്നു. ഹേ ഗുരുഗേഹനാഥ, ഗുരുവായൂരപ്പ, അവിടുന്ന് ഗദാൻ ഹര, എൻ്റെ രോഗങ്ങളെ മുഴുവൻ ശമിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഈ ദശകം 21ാമത്തെ ദശകം സമർപ്പിക്കുന്നത്. നാളെ മുതൽ നമുക്ക് അജാമിളോപാഖ്യാനം എന്ന നാമത്തിൻ്റെ മഹിമ വർണ്ണിക്കുന്ന ആ ഭാഗത്തിലേക്ക് എത്താം. ഇവിടെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. പഞ്ചമസ്കന്ധത്തിലെ നരകവർണ്ണനയോ അല്ലെങ്കിൽ അതലം വിതലം സുതലം തലാതലം മഹാതലം രസാതലം പാതാളം തുടങ്ങിയ അധോലോകങ്ങളെക്കുറിച്ചൊന്നും പട്ടേരിപ്പാട് സൂചിപ്പിക്കണില്ല. പാതാളത്തിൻ്റെ അടിത്തട്ടിൽ സാക്ഷാൽ സംഘർഷമൂർത്തി ആ ആദിശേഷന്റെ മഹിമ കൂടി പറഞ്ഞ് ഇവിടെ ഈ രംഗം സമർപ്പിക്കുകയാണ്. നാളെ അജാമിളമോക്ഷം ഭാഗവതത്തിലെ 6ഠ സ്കന്ധത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇവിടെ ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലി നമുക്ക് സമർപ്പിക്കാം. പാതാളമൂലഭുവിശേഷതനും ഭവന്തം ലോലൈകകുണ്ടലവിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിർജുഷ്ടം ഭജേ ഹരഗദാൻ ഗുരുഗേഹനാഥ. അടുത്തതായി ശ്രീഹരിയും. നാരായണ 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 ദേവാധീദേവ. പാതാളത്തിനടിത്തട്ടിൽ 1000 ഭണങ്ങളോടെ നീലവർണവസനവും കലപ്പയുമായി നാഗസ്ത്രീ സേവിതനായി വിളങ്ങുന്ന ആദിശേഷ അടിയന്റെ രോഗങ്ങളെ ശമിപ്പിക്കണേ. നാരായണ 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 ദേവാധീദേവ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിഭുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു.
ഹരി ഓം.